ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ജസ്നൈത്താനെ കുറിച്ചാണ് കേട്ടോ. ജസ്ന സലീം. അപ്പോൾ ജസ്ന സലീം വീണ്ടും ഹോസ്പിറ്റലാണ്. കാലൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആലോചിക്കണേ, ഇവർക്ക് എന്തെങ്കിലും ഒരു ഈ മെൻ്റലി ഇഷ്യൂസ് ഉണ്ടോ? കാരണം ഈ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ എടുത്തിടുന്നു, കാല് ഇങ്ങനെയുള്ള വീഡിയോ, ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഇടുന്നു. അതായത് നമ്മൾ പേഴ്സണൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, ബ്ലോഗ് ചെയ്യുന്നവർ പേഴ്സണൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഹോസ്പിറ്റലിൽ പോണത്, ഡോക്ടറെ കാണുന്നത്, മരുന്ന് കഴിക്കുന്നത്, ഇങ്ങനത്തെ വീഡിയോ ഇവർക്ക് എന്തോ മെൻ്റലിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം ഇവർ ഹോസ്പിറ്റലിൽ പോണത് ഇടുന്നു, വയ്യ, ഇത് എൻ്റെ പൊന്നെ. ഇവരെ വീഡിയോ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു കമൻറ്റും കൂടി ഇവരുടെ വിഷയത്തിലുണ്ട്. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ എപ്പോഴും കൂടെ ഈ അരുൺ എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്ത് മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, സലീം എന്ന് പറയുന്നത്. പുള്ളിനെ നമ്മളൊരു വീഡിയോ പോലും കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴും അരുൺ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് സലീം എന്ന് പറയുന്ന ഇവരുടെ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഓരോ പ്രശ്നങ്ങളും ഇവരുടെ വീഡിയോയിൽ പല കമൻസും ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ ഹോസ്പിറ്റലിൽ പോയി ആകെ അവശനായി കിടക്കുന്ന ആ വീഡിയോ ഒന്ന് കാണാം. എന്തൊരു ഗതികേട് എൻ്റെ പൊന്നെ. സ്വന്തം ഹോസ്പിറ്റൽ കേസ് വരെയും വിറ്റ് കാശാക്കുന്ന ജസ്ന. വിഷ്വൽ കാണാം. ഇവിടെയാണ് ഇഞ്ചക്ഷൻ വെച്ചത്. അങ്ങനെ കാല് വീണ്ടും അധികമാക്കി ഹോസ്പിറ്റലിലേക്ക് പോവുക. വേദനയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്തരാവുമെന്നൊന്നും അറിയില്ല. എന്ത് പറ്റി? ഇനി ബ്ലിങ്ങസ്യാന്ന്. അപ്പം നേരെ ഹോസ്പിറ്റലിലേക്ക്. ഇനി ഞാൻ ചത്തില്ലേ എന്നുള്ള കമൻറ്റുകൾ 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ചത്തു എന്ന് പറഞ്ഞിട്ട് തന്നെ ഇടാം. ഓക്കെ. ഓരോരോ സമയദോഷം എന്ന് കേൾക്കാറില്ലേ? അതാ മക്കളെ എനിക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസത്തിൻ്റെ അടുത്തായി ഇങ്ങനൊരു ഇഞ്ചക്ഷൻ എനിക്ക് വെച്ചിട്ട്. ഇപ്പോഴും കുറച്ച് നേരം നടന്നാൽ കാല് വീങ്ങി ഇങ്ങ് പോരും. ഇത് ഇനി എന്തായി തീരുമോ എന്തോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, ഗുളിക എഴുതി തന്നു, ഓയിൽമെൻ്റ് എഴുതി തന്നു. അപ്പം മാറ്റമില്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ചെല്ലാൻ, ഇഞ്ചക്ഷൻ അടിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഗുളികമേൽ നീര് പോവാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടറും പറയുന്നത് എന്താ വെച്ചാൽ, മോനെ കാണിക്കേ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കറുത്ത് കണ്ണ്, ഇതൊരു കല്ല് പോലെയായി കിടക്കുക. ഇതാണ് അന്ന് ആ ഒരു മരുന്ന് വെച്ചത്. ഇത് എടുത്താളണം പോലും. കാലിങ്ങോട്ടൊക്കെ നീര് വെച്ച് കിടക്കുക, നന്നായിട്ട് നീര് വെച്ച് കിടക്കുക. പിന്നെ ഈ സാധനം എടുക്കാണ്ട് എൻ്റെ കാല് നേരെ ആവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലരും കളിയാക്കിയൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലുകാരോട് പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ്, കള്ളത്തിയാണ്, അതാണ് ഇതാണ്. അവനവൻ്റെ നേർക്ക് വന്ന് നോക്കണം, അപ്പേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ കാലിവിടെ ഇതായിട്ട് ഇവിടെ കായലേക്കും കൂടി കൊളുത്തിയിട്ട് നടക്കാനേ പറ്റുന്നില്ല. ഇതൊന്നും ആ ഹോസ്പിറ്റലുകാർ അറിയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന നിങ്ങളും അറിയുന്നില്ല. നിങ്ങളുടെയൊക്കെ നേർക്കൊരു ദിവസം വന്ന് നോക്കണം, അപ്പോഴേ നമുക്ക് എന്തിൻ്റെയും ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ.
അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ.